വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ വീട്ടിൽ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാറ് വെളിച്ചെണ്ണയാണ്. പിന്നെ റെയറായിട്ട് കുറച്ച് ചില ഐറ്റംസിന് മാത്രമാണ് നമ്മൾ സൺഫ്ലവർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. അതിനു വേണ്ടി വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ആട്ടിക്കുകയാണ് ചെയ്യാറ്. പറമ്പിൽ തെങ്ങൊക്കെ കയറിയാൽ കുറേ തേങ്ങ ഉണ്ടാവും. അപ്പോൾ ചില തേങ്ങയൊക്കെ നല്ല ഉണങ്ങിയതായിരിക്കും. അപ്പോൾ അതൊന്നും കറിക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് തേങ്ങ ആട്ടിക്കാറ്. നല്ല പച്ചത്തേങ്ങ ഒക്കെ നമ്മൾ കറിക്ക് വേണ്ടി എടുക്കും. ഇങ്ങനെ തേങ്ങ അരച്ച കറിക്ക്, അതേപോലെ തന്നെ പുട്ടിൽക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കും. ബാക്കിയുള്ള തേങ്ങയൊക്കെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് നല്ല കൊപ്ര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കേടുന്നതൊന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. കേടുന്ന് യൂസ് ചെയ്താൽ ഒരുമാതിരി മണം ഉണ്ടാവും, കാറിച്ച മണം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയുടെ മുമ്പായിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ പൊട്ടിക്കലും ഒക്കെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം പുറത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ളതാണ്. മൺചട്ടി വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു മീൻ കറിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു മൺചട്ടിക്ക് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഈ കറുപ്പ് മീൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സാദാ മുളകാണ്, ഉണക്കമുളകാണ്. 2 കിലോ സാദാ ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത് സാധാരണ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകി എടുക്കാറുണ്ട്. അപ്പോൾ 2 കിലോ മുളകും അതേപോലെ തന്നെ 1/2 കിലോ കാശ്മീരി മുളകും കൂടിയിട്ടാണ് മുളക് പൊടി പൊടിപ്പിക്കാറ്. അങ്ങനെയാണെങ്കിൽ അധികം എരിവില്ലാണ്ട് അത്യാവശ്യം നല്ല കളറും കിട്ടും കറിക്ക്. അതുപോലെ തന്നെ മല്ലിയും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പം മല്ലി അതേപോലെ നന്നായി കഴുകിയിട്ട് ഉണക്കായിടുകയാണ് ചെയ്യുക. ലാസ്റ്റ് നന്നായിട്ടൊന്ന് വറുക്കും, എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഫ്രീ ആയ സമയത്ത് നമ്മൾ പച്ചത്തേങ്ങ ഒക്കെ ചിരകിയിട്ട് നേരെ ഫ്രീസറിൽ വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് കറിക്കാണെങ്കിലും പുട്ടിനാണെങ്കിലും ഒക്കെ എടുക്കാൻ എളുപ്പമാണ്. പിന്നെ അതേപോലെ തന്നെ ചെയ്യുന്ന വേറൊരു ഐറ്റമാണ് തേങ്ങ വറുത്തിട്ട് ഫ്രീസറിൽ വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി, ചില റെസിപ്പീസിനൊക്കെ തേങ്ങ വറുത്തരച്ചത് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ എളുപ്പമാണല്ലോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനു വേണ്ടി 6-8 തേങ്ങ നന്നായിട്ട് ചിരക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പത്തിട്ടിട്ട് നന്നായി വറുത്തെടുക്കും. വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാറുണ്ട്. പിന്നെ ഏകദേശം വറുത്തതിന് ശേഷം നേരെ ഫ്രീസറിൽ വെച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും കേടുവരാണ്ട് തന്നെ ഇരിക്കും. ഇനി അടുത്തത് പറഞ്ഞത് ബീഫ് വരട്ടിയതാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് എത്ര നാൾ വേണമെങ്കിലും കേടുവരാണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഗൾഫിക്ക് വേണമെങ്കിലും കൊടുത്തേക്കാം. ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഗൾഫിക്കൊക്കെ കൊടുത്തയക്കാറുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതും എല്ലാ മസാലപ്പൊടി ഒക്കെ ചേർത്ത് നന്നായി കുഴച്ചിട്ട് ഇങ്ങനെ വിസിലടിപ്പിക്കും. കുക്കറിലിട്ടിട്ട് 2 വിസിലടിപ്പിക്കും. എന്നിട്ട് അടുപ്പത്തിട്ടിട്ട് നന്നായി വരട്ടും. എന്നിട്ട് ചൂടാറിയ ശേഷം നേരെ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അടുപ്പത്തിട്ടിട്ട് വരട്ടുകയാണെന്നുണ്ടെങ്കിൽ ബീഫിന് നല്ല കറുപ്പ് നിറം ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല പച്ച കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ബീഫ് വരട്ടിയതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് മീനൊക്കെ പല ടൈമിൽ പല റേറ്റിലാണല്ലോ വരുന്നത്. ഇപ്പോൾ കുഞ്ഞുമത്തിയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ മീനച്ചാറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുടുത അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഇടാനൊന്നും പറ്റിയിട്ടില്ല. അതിന് മസാല പറ്റിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അച്ചാർ ഞങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ, ബൈ.